Hi, I am Shain Kumar, business coach, consultant. I have 30 years of experience in sales and marketing, both in corporate and in entrepreneurship. I run a business called Consultico, which is into basically consultancy. I do consultancy for retail, manufacturing. നിങ്ങൾക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചലഞ്ചസിനും വൺ പോയിന്റ് ഓഫ് സൊല്യൂഷനാണ് കൺസൾട്ടിക്കോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെറ്റർ വായിക്കാം. There was a sword hanging on my head all time. I spent many sleepless nights. One day, I got up early in the morning and went directly to Yash Chopra ji and told him that I was bankrupt. I had no films. My house and small property in Delhi were attached. Yash ji listened to me coolly and then offered me a role in this film, Mohabbatte. I then started doing commercial televisions and films. And I am happy to say that I have repaid my entire debt of 90 crores. I am starting. Probably നിങ്ങൾക്ക് ഈ ലെറ്റർ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഹിന്ദി ബോളിവുഡിലെ ബാദ്ഷായായ അമിതാഭ് ബച്ചൻ എഴുതിയ ലെറ്ററാണിത്. എന്തിനാണ് ഈ ലെറ്റർ ഇപ്പോൾ പറഞ്ഞതെന്നുള്ളതല്ലേ? സി, ആസ് ആൻ ഓണ്ടർപ്രണർ, കടം എന്നുള്ളത് ബിസിനസ്സിൻ്റെ പാർട്ടാണ്. അത് വന്നു കഴിയുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. There are 7 steps of coming out from debt. കടത്തിൽ നിന്ന് ആസ് എ ബിസിനസ് ഓണ്ടർപ്രണർ കടത്തിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്തു വരാൻ പറ്റും. ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് വളരെ ഫേവറേറ്റായ ഒരു സബ്ജക്റ്റാണ്. കടം എന്നുള്ള ഫേവറേറ്റ് എന്തുകൊണ്ടെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 30 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 15 വർഷം കോർപ്പറേറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തത്. 15 വർഷം ഒരു ഓണ്ടർപ്രണറായിരുന്നു. അതിൽ ഇനിഷ്യൽ 7 ഡേയ്സിൽ ഐ വാസ് ഡൂയിങ് ബിസിനസ്. എൻ്റെ ബിസിനസ് ഒരു 1000 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിയായിരുന്നു. ഓവർ ദി 3 to 4 months ടൈമിൽ ഞാൻ 7 വർഷത്തോളം ഓണ്ടർപ്രണറായിട്ട് വർക്ക് ചെയ്തു. അതിൽ 3 മാസം കൊണ്ട് ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിന്നും വളരെ താഴെ പോവുകയും 7 കോടി രൂപ ഡെറ്റിൽ പോവുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 8 വർഷം കൊണ്ട് ആ ഡെറ്റ്സ് എല്ലാം തിരിച്ച് ക്ലോസ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ഇതിവിടെ നിന്ന് പ്രതിപാദിക്കുന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് ഈ ഡെറ്റിൽ നിന്നും പുറത്തു വന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുന്നത്. നോർമലി ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ഈ ഒരു യാത്രയിൽ എപ്പോഴും കാണേണ്ട ഒരു റിസ്ക്കാണ് കടമുണ്ടാവും എന്നുള്ളത്. സോ ബിസിനസ് ഈസ് ഓൾവേസ് റിസ്ക്. അതായത് ഇതിൻ്റെ വഴികൾ 7 ഡിഫറെൻറ്റ് വേയ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രതിപാദിക്കാം. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊരു ട്രാപ്പിൽ വീണു, ഇതൊരു ഡെഡ് ട്രാപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. കടത്തിൻ്റെ ട്രാപ്പിൽ വീണു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഒന്നും നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. സോ ദെയർ ആർ 7 സ്റ്റെപ്സ്. ആ ഓരോ സ്റ്റെപ്പിനെ പറ്റി നമുക്ക് പ്രതിപാദിക്കാം. നമ്മൾ കടത്തിനെ പറ്റിയാണല്ലോ സംസാരിച്ചത്. കടം വന്നു കഴിയുമ്പോൾ ഉള്ള മെയിൻ ചലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും നാൾ വളരെ സന്തോഷത്തോടെ ബിസിനസ് ചെയ്ത ആൾ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, വെൻഡേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിനുശേഷം നിങ്ങളെ കാണുന്നത് ഒരു കുറ്റക്കാരനായിട്ടാണ്. ഇതൊരു ഗിൽട്ട് പോലെയാണ്. ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം മാറി നിൽക്കും. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ ഇതൊരിക്കലും ബിസിനസ് നഷ്ടത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നഷ്ടത്തിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിലും റിസ്ക് ഉണ്ട് ഓബിയസ്ലി. അത് 50-50 ആണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പഠിക്കാറുള്ളത്. പക്ഷേ ഈ ബിസിനസ് ചെയ്യുമ്പം വി ഷുഡ് ഹാവ് സേഫ്റ്റി നെറ്റ്സ്. നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫ്റ്റി നെറ്റ് വേണം. സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 30 ദിവസവും വർക്ക് ചെയ്യുമ്പോൾ എവറി മന്ത്സ് 30 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ആ സേഫ്റ്റി നെറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. പലരും എന്താ വെച്ചാൽ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടോ വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ 3 വർഷം, നിങ്ങൾക്കറിയാമല്ലോ 2-3 വർഷം കഴിഞ്ഞാൽ ആ സേഫ്റ്റി നെറ്റിൻ്റെ അകത്ത് വീഴുന്ന വെയിറ്റ് കൂടുതലാണ്, ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. നമ്മൾ തുടങ്ങിയ സമയത്ത് ചെറിയൊരു വെയിറ്റ് വന്ന് വീണാൽ സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. സർക്കസുകളിൽ കാണുന്നതാണ് സേഫ്റ്റി നെറ്റ്. സർക്കസുകളിൽ ട്രപ്പീസും ഒക്കെ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീഴാതിരിക്കാനുള്ള അല്ലെങ്കിൽ വീണാൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ ബിസിനസ്സിലും ഒരു സേഫ്റ്റി നെറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സേഫ്റ്റി നെറ്റ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വെക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കാറില്ല ആ സേഫ്റ്റി നെറ്റിൻ്റെ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് കണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും. പിന്നെ ഇവരെ ആരും കാണില്ല. നിങ്ങൾ കടക്കാരനായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരെയും കാണത്തില്ല. പിന്നെ അവരെല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ അവരെല്ലാം കുറ്റപ്പെടുത്തലാണ്. അത് പോസിറ്റീവ്സിനെക്കാട്ടിൽ കൂടുതൽ നെഗറ്റീവ്സിനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞത്. ഇത് നിങ്ങൾ ഒരിക്കലും അത് പേടിക്കേണ്ട ഒരു സംഗതിയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു ഗിൽറ്റി സാധനമല്ല. അതായത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല. നിങ്ങളുടെ ബിസിനസ് എന്തോ കാരണത്താൽ
വർക്കൗട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല. അല്ലാതെ നിങ്ങൾ ആ പൈസ സൈഫൺ ചെയ്തു. നമ്മൾ കിങ് ഫിഷറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. ആ എമൗണ്ട് സൈഫൺ ചെയ്തു, അതായത് സൈഡ് മാറ്റി പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് ഇമ്മോറലായിട്ടുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്തു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലൈഫിൽ അത് വെച്ചിട്ട് കുറച്ച് ഗ്രോത്ത്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ സേഫ്റ്റി നെറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരാം. അത് വരാൻ പറ്റാത്ത ആൾക്കാരുടെ കഥകളെല്ലാം നമ്മൾ കാണുന്നതാണ്. ഒന്ന് CCD ആണ്. CCDയുടെ കഥ ഞാൻ ഇതിന് വിശേഷം ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നുണ്ട്. സിമിലർലി അനിൽ അംബാനി വേൾഡിൽ 5ാം സ്ഥാനത്ത് നിന്ന ആളാണ്. $42 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന ആളാണ്. പുള്ളി പാപ്പരത്വം പ്രഖ്യാപിച്ചു. കിങ് ഫിഷർ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഈ ആൽക്കഹോളിക് ഇൻഡസ്ട്രിയിൽ. അതും എല്ലാം അതെല്ലാം എന്താ വെച്ചാൽ ഈ സേഫ്റ്റി നെറ്റിൻ്റെ ചലഞ്ചസ് ആണ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുമ്പം നിങ്ങളുടെ സേഫ്റ്റി നെറ്റ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഈ സൊല്യൂഷൻസ് ഉണ്ടാക്കും. ആസ് എ കൺസൾട്ടൻറ്റ് ഇതാണ് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ കൺസൾട്ടൻസിക്കകത്ത് പല മൾട്ടിനാഷണൽ കമ്പനീസും പല ലോക്കൽ കമ്പനീസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വി വർക്ക് വെരി ക്ലോസ്ലി ആൻഡ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ ഡോണ്ട് ഫാൾ ഡൗൺ. നമ്മൾ ആ ഒരു വീഴ്ച ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള കൺസൾട്ടൻസിയാണ് വരുന്നത്. നമുക്ക് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ 7 പോയിൻറ്റിൽ കൂടി നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, പോയിൻറ്റ് നമ്പർ 1, വൺസ് വി റിയലൈസ് ചെയ്തു നമ്മൾ ഡെറ്റിലാണെന്നുള്ളത്, നമ്മൾ കടത്തിലാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ്. നമുക്ക് മനസ്സിലാക്കണം കടത്തിലാണ്. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങൾ 2012 മുതൽ 2018 വരെയാണ് ബിസിനസ് ചെയ്തത്. ഒരു 1000 കോടിയോളം ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനിയിൽ ലാസ്റ്റ് 3 to 6 months ഈ ഫെയില്യൂഴ്സ് എല്ലാം സംഭവിച്ചത്. അത് സംഭവിക്കുന്ന സമയത്ത് നല്ല വീട്, നല്ല കാറ്, നല്ല ഫെസിലിറ്റീസ്, യാത്രകൾ, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം 5 star ഹോട്ടൽസ്. അന്നേരം റിയലൈസ് ചെയ്യുന്നില്ല നമ്മൾ കടത്തിലാണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ റിയലൈസ് ചെയ്യണം നിങ്ങളൊരു കടക്കാരനാണെന്നുള്ളത്. റിയലൈസ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം അത് എഴുതുക എന്നുള്ളതാണ്. ഇത് എവിടേക്കാണ് നമ്മുടെ കടങ്ങൾ കിടക്കുന്നത്. അതിന് പറഞ്ഞാൽ അക്സെപ്റ്റ് യുവർ ഡെറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് യുവർ ഡെറ്റ്സ്. നിങ്ങൾ ആർക്കൊക്കെ എത്ര എമൗണ്ട് എങ്ങനെ കൊടുക്കാനുണ്ട്, അതായത് ചിലർ ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ പേഴ്സണൽ ഫിനാൻസ് ഉണ്ടോ, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടോ, ചിലപ്പം റിലേറ്റീവ്സിൻ്റെ ഉണ്ടാവും, അൺസെക്യൂർഡ് ലോൺസ് ഉണ്ടോ, ബാങ്ക് ലോൺസ് ഉണ്ടോ, ഹോം ലോൺസ് ഉണ്ടോ. ഫസ്റ്റ് റൈറ്റ് ഡൗൺ യുവർ എക്സ്പെൻസസ് and accept you are in a debt.